ഭയങ്കര ഒരു അവസ്ഥയിൽ പോയി. നമുക്ക് 8 സീറ്റ്, അവർക്കും 8 സീറ്റ്. ഒരു സീറ്റെങ്കിലും കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ഇതിപ്പോ തൂണും ചാരുന്നോ പെണ്ണും കൊണ്ട് പോകുന്ന പറഞ്ഞൊരു അവസ്ഥ. അതല്ല ബാബുട്ടാ, നമ്മളാണ് മണ്ടത്തരം കാണിച്ചത്. എന്ത് മണ്ടത്തരം കാണിച്ച്? ആ സത്യനെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു കാര്യം. ഞാൻ അന്നേ പറഞ്ഞാണ് അവനെ കളയലേന്ന്. ബാബുട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി കളയാൻ വേണ്ടി. ഈ പാർട്ടിയിൽ നിന്ന് പുറത്തായപ്പോ തന്നെ അവൻ പോയി സ്വതന്ത്രനായിട്ട് നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു. എനിക്ക് ഉള്ള ഏറ്റവും വിഷമം എന്താന്ന് പറയാമോ, നമ്മുടെ കൂട്ടത്തിനകത്ത് നമ്മൾ നടന്ന സ്ഥാനാർത്ഥിമാരിൽ ഏറ്റവും വമ്പിച്ച ഭൂരിപക്ഷം 1500 വോട്ടാണ്. അവന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിനെ നിർത്തിയിട്ടേ ആ ചെറുക്കന്റെ വീട്ടുകാരുടെ അവന്റെ വോട്ടല്ലാതെ വേറെ ഒറ്റ വോട്ട് കിട്ടി. അവൻ നേരത്തെ പണി തുടങ്ങി. അവൻ വൃദ്ധ ജനങ്ങളെ, വയോജനങ്ങളെ അവർ ശുശ്രൂഷിക്കാനും പരിപാലിക്കാനും കാരുണ്യ പ്രവർത്തനവും പിന്നെ അവരും ചിരിക്കാൻ തുടങ്ങി. നമ്മളൊക്കെ ഈ ഇലക്ഷൻ പ്രചരണം തുടങ്ങിയതിനു ശേഷം ആൾക്കാരോട് മിണ്ടാൻ തുടങ്ങിയത്. പിന്നെ കാശ് വറക്കുന്ന എന്റെ അറിവ്. സത്യന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിന്നവനെ അവന്റെ വീട്ടിൽ വിളമ്പിയത് 750 ബിരിയാണിയാ. എല്ലാം വന്ന് നക്കി തിന്നിട്ട് അങ്ങോട്ട് പോയി. ആ 750 ബിരിയാണി തിന്നവന്മാരിൽ ഒരു പകുതി പേരെങ്കിലും അവൻ വോട്ട് ചെയ്യണം. ഒരു 350 പേരെങ്കിലും കിട്ടണം. ആകെ കിട്ടിയത് എത്രയാണ്? 35. ഹോട്ടലിൽ നിന്ന് കഴിച്ചാണെങ്കിൽ ടിപ്പെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ നല്ലതാണെന്നെങ്കിലും പറയും. സങ്കടം തോന്നും നമുക്ക്. അവൻ ആ സോഷ്യൽ മീഡിയ കിടന്ന് കാണിച്ചു കാണുമ്പോ ബിരിയാണി മേടിച്ചുകൊണ്ടേ കൊടുക്കാനോ തോന്നണം.